നമസ്കാരം. KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ചാതുർവർണ്ണ്യം ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന BJP സംഘപരിവാർ ശക്തികളുടെ കയ്യിൽ ഭരണം വന്ന സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാകരി. കൊടിയുടെ നിറം മറന്ന് സമരക്കുടക്കീഴിൽ ഒന്നിച്ച് തൊഴിലാളികൾ. കേരള സംസ്ഥാന കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച്. ഗണേഷ് കുമാർ നിയമസഭയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് B. മുരളീധരൻ. വാർത്തകൾ വിശദമായി. ചാതുർവർണ്ണ്യം ഇന്ത്യയിൽ വരണമെന്നാഗ്രഹിക്കുന്ന BJP സംഘപരിവാർ ശക്തികളുടെ കൈകളിലേക്ക് ഇന്ത്യ മഹാരാജ്യം വന്ന സാഹചര്യത്തിലാണ് ഇവിടെ മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാകരി. ലോകത്തെ പട്ടിണി രാജ്യങ്ങളുടെ 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയെന്ന് പറയുമ്പോൾ കേന്ദ്രം ഭരിച്ച ഭരണാധികാരികൾ എന്താണ് രാജ്യത്തിനു വേണ്ടി സംഭാവന ചെയ്തതെന്ന് പ്രതിഭാകരി ചോദിച്ചു. മനുഷ്യാവകാശ ദിനത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മഹിളാ അസോസിയേഷൻ തകരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മങ്കോപ്പോ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലാണ് ധർണ സംഘടിപ്പിച്ചത്. ലോകത്ത് തന്നെ ഞാൻ സൂചിപ്പിച്ചു, ലോകത്ത് തന്നെ പട്ടിണിക്കാരാണ്. പട്ടിണി രാജ്യത്ത് 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ എന്താണ് നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന ചാതുർവർണ്ണ്യം ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന BJP സംഘപരിവാർ RSSന്റെ കൈകളിലേക്ക് ഇന്ത്യ മഹാരാജ്യം വന്ന അവസരത്തിലാണ് ഇവിടെ മനുഷ്യാവകാശമാണ് ഇവിടെയുള്ളത്. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് KL ബിന്ദു അധ്യക്ഷയായി. സെക്രട്ടറി സജിത കുമാരി, TG ജലജകുമാരി, തങ്കമണി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രിക്കുക, മാവേലി സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയ്ക്കുക, പാചകവാതകത്തിന് ആധാർ നിർബന്ധമാക്കാനുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഭരണകൂടങ്ങൾ തൊഴിലാളി വിഭാഗങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുമ്പോഴും ജനാധിപത്യ മര്യാദകൾ മറികടക്കുമ്പോഴുമാണ് തൊഴിലാളികൾ സമരവുമായി രംഗത്തിറങ്ങുന്നതെന്ന് CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സജി ചെറിയാൻ. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് എല്ലാ തൊഴിലാളികളും രാഷ്ട്രീയം മറന്ന് ഇന്ന് സംഘടിച്ച് സമരം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ സമരം നൽകുന്നത്. ഈ കഴിഞ്ഞ 5-ാം തീയതി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയൊരു സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് ഈ രാജ്യത്ത് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വം നടത്തേണ്ടി വന്നു. തുടർച്ചയായ തൊഴിലാളി സമരങ്ങളാണ് നമ്മുടെ രാജ്യത്തെമ്പാടും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം. ഭരണകൂടങ്ങൾ തൊഴിലാളി വിഭാഗത്തിനെതിരായിട്ടും തൊഴിൽ മേഖലയിൽ സ്വീകരിക്കേണ്ട ജനാധിപത്യപരമായ സമീപനങ്ങളെ മറികടന്ന് സ്വീകരിക്കുന്ന പുതിയ നയങ്ങളും. കേരളത്തിന്റെ വരുമാനത്തിൽ 25% നേടിക്കൊടുക്കുന്നത് മദ്യവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളുമാണ്. കേരളത്തിലെ 30 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വ്യവസായം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാന കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നുള്ള ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത സമരസമിതി ചെയർമാൻ DB മധു അധ്യക്ഷത വഹിച്ചു. B. രാജശേഖരൻ, K. പ്രസാദ്, P. ഗോപി, അലോഷ്യസ്, വല്ലഭൻ, C. ഗോപൻ, KK സിദ്ധാർത്ഥൻ, M. തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. സമ്പൂർണ്ണ മദ്യനിരോധനം പ്രായോഗികമല്ല. കള്ളുചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കുക, വ്യവസായത്തിന്റെ നവീകരണത്തിനും വികസന പ്രവർത്തനത്തിനും ടോഡി ബോർഡ് രൂപീകരിക്കുക, നീര ഉൽപാദനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാതിരിക്കുക,
മിനിമം വേജസ് ഉടൻ പുതുക്കി നിശ്ചയിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കെ.ബി. ഗണേഷ് കുമാർ നിയമസഭയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ കൂടുതൽ ആളുകൾ കുടുങ്ങുമെന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് തയ്യാറാവാത്തതെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരൻ. തീർച്ചയായിട്ടും ഈ ടൈറ്റാനിയം കേസിൽ അതുകൊണ്ടാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി മിണ്ടാതിരുന്നത്. സോളാർ കേസിലും അതിനുശേഷം മിണ്ടാതിരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ കൈകൾ ശുദ്ധമല്ല എന്ന് കോൺഗ്രസിനും ഉമ്മൻചാണ്ടിക്കും വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിലിംഗ് നടത്തി പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള തന്ത്രമാണ് ഇപ്പോ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ അന്വേഷണം നടക്കുക ഈ വിജിലൻസ് ബ്യൂറോ ഇതൊക്കെയാണ്. വാസ്തവത്തിൽ കേരളത്തില് ടി.ഒ. സൂരജ് ഉൾപ്പെടെയുള്ള അന്വേഷണം, ആ അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി നടത്തിയാൽ മാത്രമേ വസ്തുതകളും തെളിവുകളും പുറത്തു വരുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ മന്ത്രിയെ മാറ്റി നിർത്തിയിട്ട് ഒരു അന്വേഷണത്തിനെങ്കിലും തയ്യാറാക്കണം. അതുപോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തെ മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. ടി.എ. സൂരജ് നടത്തിയ അഴിമതി അടക്കമുള്ളവയെക്കുറിച്ച് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും മുരളീധരൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് കേരള നിയമസഭയിൽ നടക്കുന്നത്. ഭരണപക്ഷത്തെ എം.എൽ.എ. തന്നെ കാര്യങ്ങൾ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ കാര്യങ്ങൾ ഗുരുതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIM ചങ്ങനാശ്ശേരി ഏരിയ സമ്മേളനം ഡിസംബർ 13 മുതൽ 16 വരെ പായിപ്പാട്ട് വെച്ച് നടക്കുമെന്ന് CPIM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി കെ.സി. ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചങ്ങനാശ്ശേരി ഏരിയ സമ്മേളനം 13-ാം തീയതി രാവിലെ ആരംഭിച്ച് 16-ാം തീയതി അവസാനിക്കും. പരിപാടികളെല്ലാം ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. 13-ാം തീയതി മൺമറഞ്ഞ പാർട്ടി നേതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നും കൊടി മര്യാദകൾ 4 മണിക്ക് 8 ലോക്കൽ കേന്ദ്രങ്ങളിൽ പുറപ്പെടും. എല്ലാ ജാഥകളും 5 മണിക്ക് പായിപ്പാട് കൊച്ചുപള്ളി കവലയിൽ എത്തിച്ചേരും. സംയുക്തമായി പായിപ്പാട് കവലയിലേക്ക് പ്രകടനമായി പോയി അവിടെ പൊതുസമ്മേളനം നടക്കുന്ന സഹ പി. ജെ. ശ്യാമൽ നഗറിൽ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ സഹ CP ഷറഫുദ്ദീൻ പതാക ഉയർത്തും. അതിനുശേഷം മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് പായിപ്പാട് കവലയിൽ തയ്യാറാക്കിയിട്ടുള്ള സഹ പി. ഗോവിന്ദപിള്ള നഗറിൽ ഒരു സെമിനാർ. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയാണ്. CPIM ചങ്ങനാശ്ശേരി ഏരിയ സമ്മേളനം ഡിസംബർ 13 മുതൽ 16 വരെ വിവിധ പരിപാടികളുടെ പായിപ്പാട് നടക്കും. ശനിയാഴ്ച പകൽ 4-ന് പതാക, കൊടിമരം, കപ്പി, കയർ, ബാനർ ജാഥകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രയാണം ആരംഭിച്ച് പായിപ്പാട് കൊച്ചുപള്ളിയിൽ സംഗമിക്കും. തുടർന്ന് ജാഥകൾ പൊതുസമ്മേളനം നടക്കുന്ന പായിപ്പാട് എത്തിച്ചേരും. സ്വാഗത സംഘം ചെയർമാൻ CP ഷറഫുദ്ദീൻ പൊതുസമ്മേളന നഗറിൽ ചെങ്കൊടി ഉയർത്തും. അന്നേ ദിവസം 6 PM-ന് പായിപ്പാട് P. ഗോവിന്ദപിള്ള നഗറിൽ മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ B. ഇക്ബാൽ, B. ശശികുമാർ എന്നിവർ സംസാരിക്കും. A. B. വർഗീസ് അധ്യക്ഷത വഹിക്കും. പ്രതിനിധി സമ്മേളന നഗറിൽ സ്ഥാപിക്കാനുള്ള ദീപശിഖ 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തുരുത്തിക്കടവിൽ TS ശേഖരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും TS നിസ്താർ സ്വാഗത സംഘം സെക്രട്ടറി KD മോഹന് കൈമാറും. അത്ലറ്റുകളുടെ അകമ്പടിയോടെ എത്തുന്ന ദീപശിഖ 8:30-ന് പ്രതിനിധി സമ്മേളന നഗറിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VR ഭാസ്കരൻ ഏറ്റുവാങ്ങി സമ്മേളന നഗറിൽ ദീപം തെളിയിക്കും. 9 മണിക്ക് രജിസ്ട്രേഷനും 9:30-ന് പ്രതിനിധി സമ്മേളനവും ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ MT ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഏരിയ സെക്രട്ടറി KC ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിക്കും. 15-ന് പ്രതിനിധി സമ്മേളനം തുടരും. 16-ന് 4 മണിക്ക് ചുവപ്പ് സേനാ മാർച്ചും ബഹുജന റാലിയും 4 കോടിയിൽ നിന്ന് ആരംഭിക്കും. 5 മണിക്ക് പായിപ്പാട് സഖാവ് PJ ശ്യാമൂൽ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി KJ തോമസ്, KT ജലീൽ MLA, സംസ്ഥാന കമ്മിറ്റി അംഗം VR ഭാസ്കരൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പ്രൊഫസർ MD ജോസഫ്, AV റസൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് K അനിൽകുമാർ, കൃഷ്ണകുമാരി രാജശേഖരൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി KC ജോസഫ്, AV റസൽ, TS നിസ്താർ, KD മോഹനൻ, ഷറഫുദ്ദീൻ, KD സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു. GKSF സീസൺ 8-ൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കയർ ഉൽപ്പന്ന വിപണനത്തിനും പ്രോത്സാഹനത്തിനും കയർഫെഡ് GKSF ധാരണയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഹാൻഡെക്സും കരകൌശല ഉൽപ്പന്നങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം
കയറിൻ്റെ ഉൽപ്പന്നങ്ങളും കയറിൻ്റെ ടൂറിസം സാധ്യതകളും ആരായുന്നതിന് വേണ്ടിയിട്ടൊരു കർമ്മപദ്ധതി പോലെ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി കയർ ഫെഡുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസാണ് ഉദ്ദേശിച്ചത്. കയർ ഫെഡിൻ്റെ ചെയർമാൻ KM രാജു, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ R ദേവരാജൻ എന്നിവരുണ്ട്. കയർ ഫെഡിനെ സംബന്ധിച്ച് ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് GKSFB സമാന പദ്ധതിയുമായി സഹകരിക്കാൻ കയർ ഫെഡ് തീരുമാനിച്ചത്. സീസൺ 8 നമ്മൾ കേരളത്തിലായിട്ട് 29ഓളം ഷോപ്പുകൾ ഇതിനായിട്ട് GKSFൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ഷോപ്പുകൾ മുഖാന്തരം ഡിസംബർ 10 മുതൽ ജനുവരി 15 വരെയുള്ള കാലയളവിൽ 15 മുതൽ 30% വരെയുള്ള ഡിസ്കൗണ്ടുകൾ കയർ ഉൽപ്പന്നങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 10 മുതൽ ജനുവരി 15 വരെ കയർഫെഡിന്റെ ഷോറൂമുകളിൽ നിന്നും വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 15% മുതൽ 30% വരെ പ്രത്യേക ഡിസ്കൗണ്ട് പദ്ധതി നടപ്പാക്കും. കൂടാതെ പ്രത്യേക സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കയർഫെഡ് ഷോറൂമുകളിൽ നിന്നും വാങ്ങുന്ന കൂപ്പണുകൾ പ്രത്യേകം നറുക്കിട്ട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമ്മാനവേദിയിൽ വിതരണം ചെയ്യും. കയർ മേഖലയിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ GKSF ഡയറക്ടർ KM മുഹമ്മദ് അനിൽ, കയർഫെഡ് ചെയർമാൻ KM രാജു, R ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂളിലെ കുട്ടികളാണ് തകർന്നു വീണ സ്കൂൾ കെട്ടിടം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടുകൂടി 180ഓളം കുട്ടികളും രക്ഷിതാക്കളും അവിട്ടം തിരുനാൾ സ്കൂളിൽ നിന്നും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് 10:30ഓടുകൂടി ജില്ലാ പഞ്ചായത്ത് പടിക്കൽ ധർണ ആരംഭിക്കും. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. മങ്കൊമ്പ് ചതുർത്ഥ്യാഗിരി ഐശ്വര്യ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കോളർഷിപ്പ് വിതരണവും സൌജന്യ നേത്ര പരിശോധന ക്യാമ്പും കണ്ണട വിതരണവും സംഘടിപ്പിക്കുന്നു. ചതുർത്ഥ്യാഗിരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെള്ളി ശനി ദിവസങ്ങളിലാണ് പരിപാടി. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ നൽകിവരുന്ന അന്നദാനം 100 ആഴ്ച പിന്നിടുന്നതിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ
നിയമവിധേയമായി പ്രതികരിക്കണമെന്ന് രാമങ്കിരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് KS രാധാകൃഷ്ണൻ പറഞ്ഞു. കുട്ടനാട് താലൂക്ക് നിയമസേവന കമ്മിറ്റിയുടെയും മാമ്പഴക്കരി ഹാത്തുണ ഫൌണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന മനുഷ്യാവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ജിനി ജോർജ്, AK ഷംസുദൻ, ചാക്കോ ദേവസി എന്നിവർ പ്രസംഗിച്ചു. ചങ്ങനാശ്ശേരി പുത്തൂർപ്പള്ളി 213ാമത് ചന്ദനക്കുടം ദേശീയാഘോഷം ഡിസംബർ 25-26 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ജനതയ്ക്ക് ആവേശം പകർന്നു നൽകിയ നിസ്തൂലവും മഹിതവുമായ പാരമ്പര്യമാണ് ചങ്ങനാശ്ശേരി ചന്ദനക്കുടം ദേശീയ ആഘോഷത്തിനുള്ളത്. ഒരു ഗതകാല സംസ്കാരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവഗണിക്കാനാവാത്ത ഒരു സ്ഥാനം നമ്മുടെ നാടിനുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യത കൽപ്പിച്ച് നാടുവാണിരുന്ന തെക്കുംകൂർ രാജഭരണകാലം മുതൽ വിശ്വാസപരവും ആചാരപരവുമായ കാര്യങ്ങളിൽ ഉദാത്തമായ സഹിഷ്ണുത പുലർത്തുകയും വാണിജ്യ, കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ സഹവർത്തിത്വം നിലനിർത്തി വരുന്ന ഒരു സമൂഹ കൂട്ടായ്മയാണ് ഇവിടെയുള്ളത്. വിവിധ മതവിഭാഗങ്ങൾ സൗഹാർദ്ദത്തോടെ ഇന്നും ജീവിക്കുന്ന ഉജ്ജ്വല ചരിത്ര സത്യമാണ് ഈ നാടിന്റെ പ്രത്യേകത. നിത്യ നൂതനമായൊരു സംസ്കാരധാരയുടെ നിരന്തര പ്രവാഹത്തിൽ നൂറ്റാണ്ടുകളായി സർവ്വസമുദായ മൈത്രിയുടെ മലർവാടികൾ സൃഷ്ടിച്ച് മഹത്വത്തിന്റെ മകുടം ചൂടി നിൽക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ കേളികെട്ടുയർത്തുന്നതാണ് ചന്ദനക്കുടം ദേശീയാഘോഷം. ഡിസംബർ 25-ന് ആദ്യ ഘോഷയാത്ര ചങ്ങനാശ്ശേരിയിലെത്തും. പ്രാന്തപ്രദേശങ്ങളിലെയും മുസ്ലിം ജനവിഭാഗത്തിന്റെ പ്രഥമ പള്ളിയായ പഴയ പള്ളിയിലേക്ക് ഗജവീരന്മാരുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെയും ഘോഷയാത്ര പുറപ്പെടും. തുടർന്ന് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതീകമായി ചന്ദനക്കുടം ഘോഷയാത്ര കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അവിടെ നടക്കുന്ന സ്വീകരണ ചടങ്ങുകളും ധന്യമുഹൂർത്തവും ഈ നാടിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. 1104 ധനുമാസം 10-ാം തീയതി മുതൽ ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ അവർ ചന്ദനക്കുടം ദേശീയ ഘോഷയാത്രയെ NSS ആസ്ഥാനത്ത് സ്വീകരിച്ചു വന്നിരുന്നു. ഇന്നും ഇത് തുടർന്നു പോരുന്നു. ചന്തക്കടവ് മൈതാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന ചന്ദനക്കുടം ഘോഷയാത്ര പോലീസ് സ്റ്റേഷൻ, കത്തീഡ്രൽ പള്ളി, പൌരാവലി, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ, ആരാധനാലയങ്ങൾ എന്നിവർ സ്വീകരണം നൽകി വരുന്നു. ആഘോഷത്തിന്റെ മുന്നോടിയായി ഡിസംബർ 16-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 5-ന് പുത്തൂർപ്പള്ളി ജമാഅത്ത് പ്രസിഡന്റ് ഹാജി PS മുഹമ്മദ് ബഷീർ കൊടിയേറ്റ് ചടങ്ങ് നിർവഹിക്കും. ഡിസംബർ 25-ന് വൈകുന്നേരം 4 നടക്കുന്ന മതസൗഹാർദ്ദ സംഗമത്തിൽ മന്ത്രിമാർ, MP, MLA, മതനേതാക്കൾ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, വാർഡ് കൌൺസിലർമാർ എന്നിവർ സംബന്ധിക്കും. 212 വർഷമായിട്ട് ചന്ദനക്കുടം നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മതമൈത്രിയുടെ സംഗമമാണ് ചന്ദനക്കുടം ദേശീയാഘോഷം. എല്ലാ മതവിഭാഗക്കാരുടെയും ഒത്തുചേർന്ന് ഡിസംബർ 25-26 തീയതി നടത്തുന്ന ഒരു ദേശീയാഘോഷമാണ് ചന്ദനക്കുടം. അതിന് വിപുലീകരിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിൽ ഇപ്രാവശ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ 25-ആയി നടക്കുന്ന മാനവമൈത്രി സംഗമത്തിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ MP പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ MLA CF തോമസ് സാർ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ ചെയർപേഴ്സൺ പങ്കെടുക്കുന്നുണ്ട്, സ്വാമിജി, സർവകാല സ്വാമിജി ഗുരുരത്ന ജ്ഞാനതപസി തിരുവനന്തപുരം, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, റഫറൻസ് ഫാദർ ജോസഫ് മുണ്ടകത്തിൽ പങ്കെടുക്കുന്നുണ്ട്, SM ഫുവാദ് പങ്കെടുക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഹാജി PS മുഹമ്മദ് ബഷീർ, ഇമാം ഷെരീഫ്, N ഹബീബ്, ഇബ്രാഹിം കുട്ടി, ഹനീഷ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ക്ഷേമവും മാനസിക വളർച്ചയും ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷനും ആലപ്പുഴ ഇന്നർ വീൽ ക്ലബ്ബും സംയുക്തമായി ക്രിയേറ്റീവ് 2014 സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച റോട്ടറി ക്ലബ്ബ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായുള്ള കുട്ടികൾ പങ്കെടുക്കും. മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ചിത്രരചന അഭിരുചിയും കലാരൂപങ്ങൾ തയ്യാറാക്കുവാൻ കഴിവുള്ളവരുമാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ. ഇവരുടെ കഴിവുകൾ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടുന്നതിനു വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 11-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്കോടുകൂടിയാണ് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുക. ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇന്നോവേൽ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സബിത ഷിബുവാണ്. ഉദ്ഘാടനം ബഹുമാന്യനായ നമ്മുടെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ KK ബാലേന്ദ്രൻ IPS അവർ. ആശംസ അർപ്പിക്കുന്നത് ഡോക്ടർ IM മുഹസിൻ കോയ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ. കൃഷ്ണപുരം ബഡ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ റഹ്മ ഖാദർ, മാരാരിക്കുളം നോർത്ത് ബഡ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ശരണ്യ S എന്നിവർ സംസാരിക്കും. ക്രിയേറ്റീവ് 2014 ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് KK ബാലചന്ദ്രൻ IPS ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പിന് പ്രശസ്ത ചിത്രകാരൻ ചിക്കു ശിവൻ നേതൃത്വം നൽകും.
വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം ആലപ്പുഴ ജില്ലാ കളക്ടർ എൻ പത്മകുമാർ IAS ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന ചിത്രങ്ങളുടെയും കലാരൂപങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും വെള്ളിയാഴ്ച നടക്കും. വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ CK ആന്റണി, ആലപ്പുഴ ഇന്നർവ്യൂ ക്ലബ്ബ് ചെയർപേഴ്സൺ സബിത ഷിബു എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണവും ഭിന്നശേഷിയുള്ളവരുടെ സംഗമവും നടന്നു. ബുധനാഴ്ച ചാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൌത്തിൽ ഉദ്ഘാടനം ചെയ്തു. ചാസ് പ്രസിഡന്റ് മോൺസിഞ്ഞോർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS ഡയറക്ടർ ബോർഡ് അംഗം ഹരികുമാർ കോയിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വീൽ ചെയറുകളുടെ വിതരണം ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ നിർവഹിച്ചു. ചാസ് ഡയറക്ടർ ഫാദർ ജോസഫ് കളരിക്കൽ, ഫാദർ അനിൽ കരിപ്പിങ്ങാമ്പുറം, ഫാദർ ലിജോ കുഴിപ്പള്ളി എന്നിവർ പങ്കെടുത്തു. വടക്കൻ വെളിയനാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ലക്ഷാർച്ചനയും ദീപക്കാഴ്ചയും ശനിയാഴ്ച നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടുകൂടി കലശാഭിഷേകം നടക്കും. ക്ഷേത്രം തന്ത്രി രാകേഷ് നാരായണൻ ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി S സതീഷ് നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ചുംബന സമരത്തിന് ജനപിന്തുണയില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പിന്താങ്ങിയവർ മാറിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനായി ചിലർ ചുംബന സമരത്തെ പിന്താങ്ങുകയാണ് ഉണ്ടായതെന്നും V മുരളീധരൻ പറഞ്ഞു. ആലപ്പുഴയിൽ മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഈ ചുംബന സമരം എന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എടുത്തത്. DYFIക്കാർ പറഞ്ഞത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നാണ്. ഇൻകിലാബിന് പകരം ചുംബിലാബ് എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് ആളുകൾ വരുന്ന രീതിയിൽ ആ വിപ്ലവ പാർട്ടിയുടെ മുദ്രാവാക്യം അപഹാസ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുംബിലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചു എന്നാണ് കോഴിക്കോട്. എന്തതിന്റെ അർത്ഥം? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്, ഭാര്യയും ഭർത്താവും വീട്ടിനകത്ത് ചെയ്യേണ്ട കാര്യം നടുറോഡിൽ ഇറങ്ങി ചെയ്യുന്നത് അത് സമരരീതിയല്ല. അപ്പൊ പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്തിനാ പിന്താങ്ങിയത്? ഇത്രയും കാലം എന്തിനാ കൈ കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറഞ്ഞത്? കേരളത്തിൽ ഈ നടക്കുന്ന സമരങ്ങൾ ഒന്നും തന്നെ ഇവര് പറയുന്നത് പോലെ സദാചാര പോലീസിനെതിരായിട്ടുള്ള സമരമല്ല. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഈ നാട്ടിൽ ആരും വിലക്ക് കൽപ്പിച്ചിട്ടില്ല. BJP ജില്ലാ പ്രസിഡന്റ് വെള്ളിയാംകുളം പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. K സോമൻ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, PK വാസുദേവൻ, TK അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. വൻ വീഞ്ഞ് ശേഖരം എക്സൈസ് സംഘം പിടികൂടി. ചെറിയ കുപ്പികളിലാക്കിയ നിലയിൽ 240 ലിറ്റർ വീഞ്ഞാണ് പിടിച്ചെടുത്തത്. വീട് കേന്ദ്രീകരിച്ച് വൻതോതിൽ വീഞ്ഞുണ്ടാക്കി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് റെയ്ഡ് നടത്തിയത്. വീഞ്ഞ് കച്ചവടം നടത്തിയ മാരാരിക്കുളം പൊള്ളത്തെ സ്വദേശി സാബുവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലപ്പുഴ എക്സൈസ് ഇൻസ്പെക്ടർ V സലിംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആർഷഭാരത സംസ്കാരം മനുഷ്യ സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കായി സമർപ്പിക്കുക എന്നതാണ് സുഖാർ ജ്ഞാനായ ധ്യാന കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് മലങ്കര ജ്ഞാനായ സഭ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ്. ഞായറാഴ്ച നടക്കുന്ന വെളിയനാട് സുഖാർ ധ്യാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ഒരു മനുഷ്യ സമൂഹത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ആലോചനാ വിഷയം. അതാ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവിധത്തിലും യുവജനങ്ങളെ പ്രത്യേകിച്ച് അവരുടെ പൊതുവായിട്ട് നന്മ നിറഞ്ഞ ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശം സ്ത്രീ ശാക്തീകരണം വഴി നമുക്ക് മൂല്യാധിഷ്ഠിതമായ ഒരു തലമുറകളെ ഈ സ്ത്രീകൾ വഴി വാർത്തെടുക്കുക, അവർക്കും ഒരുപാട് അവയർനെസ് പ്രോഗ്രാം യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും പൊതുസമൂഹത്തിനും നൽകുക, കരിയർ ഗൈഡൻസ് പോലെയുള്ളതായ കാര്യങ്ങൾ വഴി കൃത്യമായി കുട്ടികൾക്ക് അവരെ ഏത് ലൈൻ തിരിഞ്ഞ് അവരെ ഏത് മേഖലകളിൽ തിരിഞ്ഞ് അവർ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ടാകുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ധ്യാനകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിക്കും. ആർച്ച് ബിഷപ്പ് സേവേറിയസ് മാർ കുര്യാക്കോസ് അധ്യക്ഷനാവും. സാമൂഹ്യ സേവന പ്രവർത്തന ഫണ്ടിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിക്കും.
മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിനിധികളെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ PT മാത്യു പയ്യനാട്, ഫാദർ ഏലിയാസ് കുരുവിള, ഏലിയാസ് സക്കറിയ, KK കുരുവിള, സാബു തോട്ടുങ്കൽ, സിബിച്ചൻ കൈതാരം എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാതുർവർണ്ണയം ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന BJP സംഘപരിവാർ ശക്തികളുടെ കയ്യിൽ ഭരണം വന്ന സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാകരി. കൊടിയുടെ നിറം മറന്ന് സമരക്കുടക്കീഴിൽ ഒന്നിച്ച് തൊഴിലാളികൾ. കേരള സംസ്ഥാന കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച്. ഗണേഷ് കുമാർ നിയമസഭയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.